ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് എനർജി നോക്കാം. എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 555 ആ ഒരു എനർജിയാണ്. അത് 555 എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് 55 നമ്പർ കൂടുതലായിട്ട് സ്ക്രീനിലോ അല്ല എങ്കിൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആയിട്ടോ എങ്ങനെയെങ്കിലും 555511 551 അങ്ങനെയൊക്കെ ആ നമ്പർ തുടർച്ചയായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു ടൈം പീരീഡിൽ ഇവിടെ ന്യൂ മൂൺ ആണ് ഇന്നത്തെ ദിവസം തന്നെ. അപ്പോൾ ന്യൂ മൂണിൻ്റെ ആ ഒരു എനർജി നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സിനെ ഡിപ്രസ് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് അവർ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ന്യൂ മൂൺ ആണ്. ന്യൂ മൂൺ ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇമോഷൻസ് ഹൈ ആകുന്ന സമയമാണ്, നിങ്ങളുടെ ആയാലും അവരുടെ ആയാലും. അപ്പോൾ മാക്സിമം ഈ ഒരു ടൈം പീരീഡിൽ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യുക. പക്ഷെ മനസ്സിനെ എപ്പോഴും പോസിറ്റീവാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഗ്രൗണ്ട് എർത്ത്, അതായത് നമ്മൾ അഹങ്കാരമോ ഈഗോയോ ഒന്നും കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു ന്യൂ മൂൺ ഫുൾ മൂൺ സമയം നമ്മൾ എന്ത് ഇമോഷൻസാണോ വച്ചേക്കുന്നത് അത് ഭയങ്കര ഹൈ ആവും. നമ്മൾ നെഗറ്റീവാണ് ഇന്നെങ്കിൽ അടുത്ത 2 ദിവസവും നെഗറ്റീവായിരിക്കും. നമ്മൾ പോസിറ്റീവാണെങ്കിൽ നമ്മൾക്ക് അടുത്ത 2 ദിവസം പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ടൈം പീരീഡിൽ എന്ത് എനർജിയാണോ നിങ്ങളുടേത് അത് അടുത്ത 2 ദിവസം വരെ ഉണ്ടാകും. നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ സക്സസ് ആവുന്ന ഒരു ടൈം പീരീഡും കൂടെയാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അത് നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, അങ്ങനെ ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങൾ എന്നിട്ട് ഈ ഒരു അഫർമേഷൻസ് പറയുക. എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്ത് എത്തിയതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. എൻ്റെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വന്നതിന് താങ്ക് യു സോ മച്ച്. അതായത് എന്ത് പറയുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് പറയുക. ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ എന്ത് ഫിയർ ആണോ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും കോണിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ആ ഫിയർ എല്ലാം പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പെർജിങ് പ്രോസസ്സിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പെർജിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് വച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആരുടെ മുന്നിലും തല കുനിക്കത്തില്ല. അതായത് അവർക്ക് അവരുടേതായ ഒരു എന്താ പറയുക, ഒരു റെസ്പെക്റ്റും ഒരു വ്യക്തിത്വവും ഉണ്ട്, സെൽഫ് ഇതുണ്ട്. അപ്പോൾ പിന്നെ അവർ ആരുടെ മുമ്പിലും തല കുനിക്കത്തില്ല. അങ്ങനൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ അവർ എങ്ങനെയെന്ന് വെച്ചാൽ, അവർ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്യുന്നത് അതെല്ലാം ഫെയിലാകുന്നു. ആരുടെയൊക്കെ അടുത്താണോ ഇവർ പ്രതീക്ഷ വെച്ചത്, ഇന്ന ആൾ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ കേൾക്കും, സമ്മതിക്കും, അങ്ങനെയൊക്കെ ഇവർ ആരുടെ ഒക്കെ ഒരു പേരിലാണോ പ്രതീക്ഷ വച്ചിരുന്നത് ആ പ്രതീക്ഷകളെല്ലാം തകർന്നിരിക്കുകയാണ്. കാരണം ഇവർ പറയുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചത്, അതായത് ഞാൻ ആരുടെയൊക്കെ പേരിലാണോ പ്രതീക്ഷ വച്ചത് അവരെല്ലാം എന്നെ വിട്ടുകളഞ്ഞു പോവുകയാണല്ലോ. കാരണം അവർക്ക് വേണ്ടി ഞാൻ ഇത്രമാത്രം സാക്രിഫൈസ് ചെയ്തു, എന്നിട്ട് അവരെൻ്റെ ത്യാഗം കാണാതെ അവർ പറയുന്നത് ഞാൻ കേൾക്കണം, ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നില്ല, എൻ്റെ ഇഷ്ടത്തിന് ഒരു വാല്യൂ അവർ തരുന്നില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഈ ഒരു ന്യൂ മൂൺ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും. പക്ഷേ ഇവർ ആരെയൊക്കെയാണോ കണ്ണുമടച്ച് വിശ്വസിച്ചേക്കുന്നത്, അതായത് എൻ്റെ ഈ വ്യക്തി ഞാൻ പറയുന്ന കേൾക്കും, എനിക്ക് വേണ്ടി എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും എന്നൊക്കെ വിചാരിച്ച് ആരുടെയൊക്കെയാണോ ഇവർ കണ്ണുമടച്ച് വിശ്വസിച്ചേക്കുന്നത് അവരുടെ യഥാർത്ഥ മുഖം ഇവരുടെ മുന്നിൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ ഒരു ന്യൂ മൂൺ ദിവസം. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിലും പല ആൾക്കാരുടെയും യഥാർത്ഥ മുഖം നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ വരും, ഇല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയം വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുറമേ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് എല്ലാവരുടെയും കാണിക്കുന്നത് ഇവർക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സണ് മൈഗ്രെയിൻ ഇഷ്യൂ, ഇല്ല എങ്കിൽ തലയിൽ ഭയങ്കര ഭാരം തോന്നുക, കണ്ണിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് വേദന, ഒരു ഭാരം തോന്നുക, അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. കാരണം ഇവരുടെ ആ ഒരു ടെൻഷനും ഇവരുടെ ആ ഒരു വിഷമവും എല്ലാം കാരണമാണ് ഇവർക്ക് ഈ ഒരു രീതിയിലുള്ള ഓരോ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള നെഞ്ചുവേദന വരെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ മനസ്സ് അത്രമാത്രം പുറമേ ആൾക്കാരടുത്തൊന്നും പറയാതെ തകർന്നിരിക്കുകയാണ്. കാരണം ഇവർ കണ്ണുമടച്ച് വിശ്വസിച്ചവരെല്ലാം ഇവരെ കൈവിട്ട് കളഞ്ഞു.
ചില ആൾക്കാർക്ക് ഉറക്കമില്ലായ്മ ഇല്ലെങ്കിൽ ഉറക്കം കൂടുതൽ ഇതും കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് എന്തോ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ തീരുമാനം വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഈ ഒരു തീരുമാനമെന്ന് പറയുന്നത് ചിലപ്പോൾ മാരേജ് റിലേറ്റഡ് ആയിട്ടോ അല്ല എങ്കിൽ കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനമായിരിക്കാം. വരാൻ പോകുന്ന സമയം നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. വരാൻ പോകുന്ന സമയം എന്തെങ്കിലും റൂൾസ് ബ്രേക്ക് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി നാളുകൊണ്ട് ഓരോന്നും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇനി ഇവർ പല റൂൾസും ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പല റൂൾസും ഇവർ ഫോളോ ചെയ്തത് ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ അവർ ഇവരുടെ ഇഷ്ടം നോക്കാതെ ഇവർക്ക് വിഷമം തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചത് ഈ റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്യാമെന്ന്. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്ന്. ഇനി അവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സണ് തോന്നുകയാണ് നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു ബന്ധം ജന്മജന്മാന്തരമായിട്ടുള്ള ബന്ധമാണ്, അല്ല എങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കണമെന്നാണ്. നിങ്ങൾ കർമ്മം കൊണ്ട് ഒന്നായവരാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് നിങ്ങൾ ഒരു വ്യക്തിയാണ് ഇവരെ മനസ്സിലാക്കുന്നതും ഇവരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആഴവും അത്രയ്ക്ക് ഡീപ്പാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. ഇവിടെ നിങ്ങൾ ഇവരുടെ ആ ഒരു സ്നേഹം ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. കാരണം ആരുടെയൊക്കെ ആണോ ഇവർ പ്രതീക്ഷകൾ വച്ചത് അവരെല്ലാം ഇവരുടെ പ്രതീക്ഷകൾ തകർക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളാണ് ഇവരുടെ സ്നേഹം അർഹിക്കുന്ന ഒരു വ്യക്തി എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയും ഏതറ്റം വരെ പോവാനും തയ്യാറാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഒരു ചേഞ്ച് ഇവരുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 360 ഡിഗ്രി ചേഞ്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിഹേവാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നിങ്ങളിൽ നിന്ന് എപ്പോഴും റണ്ണായി പോവുക, നിങ്ങൾക്ക് സമയം തരാതിരിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുക, എപ്പോഴും നിങ്ങൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുക, എനിക്ക് വേണ്ടി സമയമില്ല, നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇനി ഇവരുടെ ആ ഒരു എനർജിയിൽ ചേഞ്ച് ഉണ്ടാവുന്നതാണ്. അതായത് ഒരു 360 ഡിഗ്രി ചേഞ്ച് എന്താണ് ഇവരുടെ സ്വഭാവം അതിൽ ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള സ്വഭാവമായിരിക്കും ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സഡനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വാല്യൂ തരിക, ഇമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്യുക, സഡനായിട്ടായിരിക്കും ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ സ്പിരിച്വൽ അല്ല എങ്കിൽ സഡനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവർ സ്പിരിച്വൽ ആവുന്നത്, പെട്ടെന്ന് അമ്പലത്തിൽ പോകുന്നു, മന്ത്രം ജപിക്കുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഒരു ചേഞ്ച് അവരുടെ ആ ഒരു സ്വഭാവത്തിൽ ഉണ്ടാവുന്നതാണ് വരാൻ പോകുന്ന സമയം. ഇനി ഒരു എനർജി എത്ര മണിക്കൂർ ഉണ്ടാകും എന്ന് നോക്കുമ്പോൾ 12 അവേഴ്സ് ഈ ഒരു എനർജി ഉണ്ടാകും. മാക്സിമം 3 ദിവസം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത്. എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.